ഹായ് വെൽക്കം ടു സുലൈമാനി. ഇന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി റെസിപ്പിയാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പൊട്ടറ്റോ സ്റ്റ്യൂ ആണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ പൂരി ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടില്ലേ, ആട്ടപ്പൊടി, അതുകൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഒരേ സമയം ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ആട്ടപ്പൊടി ആദ്യം നമുക്ക് ഒരു 3 പ്രാവശ്യമെങ്കിലും തരിച്ച് അതിൻ്റെ ഉമിയൊക്കെ കളയണം. അങ്ങനെ ഞാൻ അരിച്ചെടുത്ത പൊടിയാണിത്. 2 കപ്പ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, അത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതുമാകാം, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നന്നായി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ഈ കൗണ്ടർ ടോപ്പിലിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ കുഴയ്ക്കുന്നതിനനുസരിച്ച് മാവ് സോഫ്റ്റ് ആകും. അതിനനുസരിച്ച് നമ്മുടെ പൂരിയും ചപ്പാത്തിയും ഒക്കെ സോഫ്റ്റ് ആകും. ഇപ്പോൾ ഇത് അത്യാവശ്യം കുഴച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു രീതി എന്തെന്ന് വെച്ചാൽ, ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും ഇതുപോലെ ഫോഴ്സിലൊന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ മാവ് ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇപ്പോഴന്നെ നമ്മളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ആ ലൂസാണ് വേണ്ടത്. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ പുരട്ടി വെക്കുമ്പോൾ അത് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ബോളുകളാക്കിയെടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള പൂരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. 2 ഗ്ലാസ് ആട്ടപ്പൊടി കൊണ്ട് 15 പൂരിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബോളുകളാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ബോളും ഇതുപോലെ ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. ഒരു 20-30 മിനിറ്റിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുക. ഇനി അപ്പോഴേക്കും ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു 5-6 മിനിറ്റ് മാത്രമേ ഞാൻ മാവ് കുഴച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ കുഴയ്ക്കുന്നത് നന്നായി തന്നെ കുഴയ്ക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ഓയിലും കൂടി തേച്ച് വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കാം. അതിലേക്ക് ഞാനിവിടെ 2 വലിയ പൊട്ടറ്റോ ഇതുപോലെ നുറുക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ സ്റ്റ്യൂവിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ഞാനിവിടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് കീറിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉണക്കമുളകും, പിന്നെ 1 മുറി തേങ്ങ ചിരവിയതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് ഈ പാല്. അതിനുശേഷം മിക്സിയിലിട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് അടിച്ചെടുത്തതാണിത്. ഇനി ഒരു അരിപ്പയിലൂടെ അതൊന്ന് അരിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇനി ഒരു മാഷറോ അല്ലെങ്കിൽ തവിയോ വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് മാഷ് ചെയ്തെടുക്കാം. വല്ലാതെ കുത്തി അടയ്ക്കരുത് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, 2ാം പാൽ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ ഈ പൊട്ടറ്റോയും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം. 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങയിൽ വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ. ഇനി ഇതിവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ സ്റ്റ്യൂ നന്നായി തിളച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഇനി കറി തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കറികൾ അടച്ചു വെക്കണം, എങ്കിലേ ഉള്ളൂ അതിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് നന്നായി മിക്സായി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റ്യൂ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ? ഈ ഒരു പ്രസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു ബോൾ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൂരി വന്നിട്ടുണ്ട് കേട്ടോ. ഓയിൽ നന്നാക്കി ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ പൂരിയൊക്കെ കരിഞ്ഞു പോകും. മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് മാത്രം പൂരി ശരിയായി കൊള്ളുന്നില്ല, നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓയിൽ നന്നായി ചൂടാവണം ആദ്യം, അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ എല്ലാ പൂരിയും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റ്യൂവും ചൂടൊന്ന് ആറിയിട്ട് അല്പം തിക്കായി വന്നിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.